ദെൻ അടുത്തത് നമ്മൾ എഫ് ഓഫ് എക്സിലെ ഐഡിയൽസിനെ പറ്റിയാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിങ്സ് ഓഫ് പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റിംഗ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അഗെയിൻ റിംഗ് ആണ്. റിംഗ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഐഡിയൽ സ്ട്രക്ചേഴ്സൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡെഫിനിഷൻ നോക്കുവാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം മാക്സിമൽ ഐഡിയലിനെ കുറിച്ചും പ്രൈം ഐഡിയലിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഓഫ് എ റിംഗ് എന്നാണ് പറയുന്നത്. ഇഫ് ആർ ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എ ബിലോങ്സ് ടു ആർ, ദ ഐഡിയൽ ആർ എ വേർ ആർ ബിലോങ്സ് ടു ആർ. അപ്പം എന്താണ് ആർ എ വേർ ആർ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? നമ്മളെടുക്കുന്ന ആർ എന്ന് പറയുന്ന ആ റിങ്ങിലെ എല്ലാ എലമെൻറ്റിനെയും എ വെച്ചിട്ട്, എ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എലമെൻ്റാണ് ആറിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് കിട്ടും. വിച്ച് ഇസ് എ ഐഡിയൽ ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് എ ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. അപ്പം അതിനെയാണ് പ്രിൻസിപ്പൽ. ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ആറിലെ തന്നെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ വെച്ച് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പം വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. ആൻ ഐഡിയൽ എൻ ഓഫ് ആർ ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ഇഫ് എൻ ഇസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ എ ഫോർ സം എ ബിലോങ്സ് ടു ആർ. അതായത് എൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആണെങ്കിൽ അതെന്തായാലും ഒരു എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആർ എന്ന് പറയുന്ന ആ റിങ്ങിലെ ഒരു എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ എലമെൻറ്റിനെ ആറിലെ എല്ലാ എലമെൻസുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ടുകളായിരിക്കും ആ ഐഡിയലിനുള്ളിൽ ഉണ്ടാകുക. അപ്പം ഒന്നുകൂടെ പറയാം. an ideal n of R is a principal ideal if n is equal to ideal generated by a. ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ വെച്ചിട്ട് നമുക്ക് ഐഡിയലിനെ കംപ്ലീറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. എവറി ഐഡിയൽ ഓഫ് ദ റിംഗ് സെഡ് ഇസ് ഓഫ് ദ ഫോം എൻ സെഡ് അല്ലേ. സെഡിൻ്റെ ഐഡിയൽസ് എന്തായിരിക്കും? എൻ സെഡ് ആയിരിക്കും. എൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പം എൻ സെഡ് ആണ് വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ എൻ അല്ലേ. എൻ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതല്ല എൻ സെഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എടുക്കുന്നു, അതിനെ നമ്മൾ എൻ്റെയർ ആ സെഡിനെ, ആ റിങ്ങിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പം എൻ സെഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഐഡിയലാണ് നമുക്കറിയാം. സോ സെഡിൻ്റെ ഏത് ഐഡിയൽ എടുത്താലും എൻ സെഡ് ഫോമിലായിരിക്കും. ആ എൻ സെഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ എൻ ആണ്. സോ സെഡിൻ്റെ ഏത് ഐഡിയൽ എടുത്താലും അതൊരു പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സോ എവറി ഐഡിയൽ ഓഫ് സെഡ് ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഇത് മിക്ക എക്സാംസിനും വരുന്ന ഒരു തിയറമാണ്. ഇഫ് എഫ് ഇസ് എ ഫീൽഡ് ദെൻ എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ. അപ്പം എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ, അപ്പം എഫ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു റിങ് മാത്രമാകാം, റിങ്സ് ഓഫ് പോളിനോമിയൽസ് ആക്കാം. ദെൻ ആർ ഓഫ് എക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണ് എങ്കിൽ എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ റിങ്ങിൻ്റെ എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് രണ്ട് കേസായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ എന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് ട്രിവിയൽ ഐഡിയൽ എടുത്തു നോക്കാം അല്ലേ. അപ്പം ഏതൊരു റിങ്ങിന് മസ്റ്റായിട്ടുണ്ടാകുന്ന രണ്ട് ഐഡിയൽസാണ് ട്രിവിയൽ ഐഡിയലും ഇംപ്രോപ്പർ ഐഡിയലും. അപ്പോൾ ആദ്യം നമ്മൾ ട്രിവിയൽ ഐഡിയൽ ആണെങ്കിൽ എന്താണ്? n = 0 എന്ന് പറയുന്നതാണ് ട്രിവിയൽ ഐഡിയൽ അല്ലേ. അപ്പം ട്രിവിയൽ ഐഡിയൽ എന്തായാലും ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കുമല്ലോ. 0 മാത്രമേ ഉള്ളൂ. അപ്പം വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ 0 തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലാണ് ട്രിവിയൽ ഐഡിയൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. Let n is equal to set 0 be a trivial ideal of f of x. We can easily say that n is generated by 0. n is an ideal generated by 0. So അടുത്ത നമ്മൾ കേസ് 2. അപ്പോൾ ആദ്യം നമ്മൾ ട്രിവിയൽ ഐഡിയൽ ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഏത് ഐഡിയൽ എടുത്താലും അത് പ്രിൻസിപ്പിൾ ആണെന്നാണ്. അപ്പം ട്രിവിയൽ ഐഡിയൽ ആണെങ്കിൽ അതെന്തായാലും പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ ട്രിവിയൽ അല്ലാത്ത ഏത് ഐഡിയൽ എടുത്താലും അത് പ്രിൻസിപ്പൽ ഐഡിയൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ലെറ്റ് ജി ഓഫ് എക്സ് ഇസ് എ നോൺ സീറോ എലമെൻറ്റ് ഇൻ എൻ വിച്ച് ഹാസ് ലീസ്റ്റ് ഡിഗ്രി. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ റിങ്ങിൻ്റെ ഒരു ഐഡിയൽ എടുക്കുകയാണ്. അത് ട്രിവിയൽ ഐഡിയൽ അല്ല. അപ്പം എന്തായാലും അതിനുള്ളിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടാകും. പോളിനോമിയൽസ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ എലമെൻറ്റ്സ് വരിക. സോ
ആ പോളിനോമിയൽസിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു നെയിമിങ് ചെയ്യാണ്. അതായത് ജി ഓഫ് എക്സ് ഈസ് ദ നോൺ സീറോ എലമെൻറ്റ് ഇൻ എൻ വിച്ച് ഹാസ് ലീസ്റ്റ് ഡിഗ്രി. അപ്പം എഫ് ഓഫ് എക്സിൻ്റെ ആ ഐഡിയലിലെ ലീസ്റ്റ് ഡിഗ്രി ഉള്ള എലമെൻറ്റാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇഫ് ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് സീറോ, അപ്പം ഒരു പോളിനോമിയലിൻ്റെ സീറോ ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇഫ് ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് സീറോ ദെൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു സി, സി ബിലോങ്സ് ടു എഫ് അല്ലേ? അപ്പോൾ ആ പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? എഫ് എന്ന് പറയുന്ന ആ ഫീൽഡിൽ നിന്നാണ്. സോ നമ്മൾ എടുക്കുന്ന ആ ഒരു ജി ഓഫ് എക്സിൻ്റെ ലീസ്റ്റ് ഡിഗ്രി ആയിട്ട് വരുന്ന ആ എൻ എന്ന് പറയുന്ന ഐഡിയലിലെ ഏറ്റവും ലീസ്റ്റ് ഡിഗ്രി ഉള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി, ആ ഡിഗ്രി എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ ആ ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സി എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. ഫീൽഡിലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും എന്താണ്? യൂണിറ്റുകളാണ്. അപ്പം ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്മളൊരു ഐഡിയലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ ഐഡിയലിൽ ഏറ്റവും ലീസ്റ്റ് ഡിഗ്രി വരുന്നത് സീറോ ഡിഗ്രി ആണെങ്കിൽ ആ ഐഡിയലിനുള്ളിലൊരു യൂണിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ബിക്കോസ് അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എഫിലെല്ലാം എഫ് എന്ന് പറയുന്ന ഫീൽഡ് ആയതുകൊണ്ട് എല്ലാം യൂണിറ്റ് ആയിരിക്കും. സോ ആ ഐഡിയലിലൊരു യൂണിറ്റ് വന്നു. അപ്പോൾ ആ ഐഡിയലിലൊരു യൂണിറ്റ് വന്നതുകൊണ്ട് നമുക്ക് നേരത്തെ നമ്മളൊരു തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഐഡിയലിനുള്ളിൽ ആ റിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിങ്ങിൻ്റെ ഒരു യൂണിറ്റ്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് വരികയാണെങ്കിൽ ആ ഐഡിയൽ എന്താണ്? ആ ഫുൾ റിങ് തന്നെയായി മാറുകയാണ് അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സി എന്ന് പറയുന്ന ഒരു ഒരു യൂണിറ്റ് ആ ഐഡിയലിനുള്ളിൽ വന്നു. സോ ആ ഐഡിയൽ എന്ന് പറയുന്നത് എന്താണ്? ദ എൻറ്റയർ റിങ് ആയിട്ട് മാറുകയാണ്. അപ്പം എൻ എന്ന് പറയുന്ന ആ ഐഡിയൽ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഫുൾ റിങ് ആയിട്ട് വരികയാണ്. അത് ഇംപ്രോപ്പർ ഐഡിയൽ തന്നെയായിട്ട് വരികയാണ്. അപ്പം എഫ് ഓഫ് എക്സ് തന്നെയാവാണ്. ബൈ എ റിസൾട്ട് സിൻസ് എൻ കണ്ടെയ്ൻസ് എ യൂണിറ്റ് വി ക്യാൻ സേ ദാറ്റ് എൻ ഇസ് ഈക്വൽ ടു ദ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സ്. ബട്ട് എഫ് ഓഫ് എക്സിനെ നമുക്ക് വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ 1 എന്ന് പറയാലോ. എഫ് ഓഫ് എക്സിൽ എന്തായാലും കോൺസ്റ്റൻറ്റുകളുണ്ട്. സീറോ ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ എഫ് എന്ന് പറയുന്ന ഫീൽഡാണ്. അപ്പം എന്തായാലും അതിനുള്ളിൽ 1 ഉണ്ട്. അപ്പം ആ ഫീൽഡിലെ ആ 1നെ എടുത്ത് എഫ് ഓഫ് എക്സിലെ എല്ലാ എലമെൻറ്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കംപ്ലീറ്റ് എഫ് ഓഫ് എക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ എഫ് ഓഫ് എക്സ് ഈസ് ജനറേറ്റഡ് ബൈ 1 എന്ന് പറയാൻ പറ്റും. സോ എൻ എന്ന് പറയുന്ന ആ ഐഡിയലിലെ ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ആ പോളിനോമിയലിൻ്റെ സീറോ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എൻ എന്ന് പറയുന്ന ആ ഐഡിയൽ പ്രിൻസിപ്പൽ ഐഡിയലാണ് നമുക്ക് കിട്ടി, വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ 1 സിൻസ് ആ ഐഡിയൽ എന്ന് പറയുന്നത് ഫുൾ റിങ് തന്നെയായിട്ട് വരികയാണ്. ഇനി ആ ഡിഗ്രി ജി ഓഫ് എക്സ് എന്ന് അവിടെ നമുക്ക് 2 സബ് കേസസ് ആയിട്ടാണ് വരുന്നത്. കേസ് 2 അത് സീറോ ഡിഗ്രിയാണ്. ആ ഒരു കേസാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി സീറോ അല്ല, ഒരു നോൺ സീറോ ഡിഗ്രി ആയിട്ട് വരുന്നൊരു പോളിനോമിയലാണ്, ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് ജി ഓഫ് എക്സ് നമ്മൾ എടുക്കുകയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ബി ആൻ ആർബിട്രറി പോളിനോമിയൽ ഇൻ എൻ. അപ്പം എന്നിലെ തന്നെ വേറൊരു ആർബിട്രറി പോളിനോമിയൽ നമ്മൾ എടുക്കുകയാണ്. ബൈ അപ്ലൈയിങ് ഡിവിഷൻ അൽഗോരിതം വി ക്യാൻ റൈറ്റ്. അപ്പം ജി ഓഫ് എക്സ് ഓൾറെഡി നമുക്കുണ്ട്, ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. എഫ് എന്ന് പറയുന്ന വേറൊരു ആർബിട്രറി പോളിനോമിയൽ എന്നിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. സോ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്നിലുള്ള എലമെൻ്റ് ആണ്. ജി ഓഫ് എക്സ് ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ദെൻ നമ്മൾ അവിടെ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുകയാണ്. ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെ നമ്മൾ ജി ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ജി ഓഫ് എക്സ് ആണ്. സോ ജി ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന കോഷ്യൻറ്റും ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന റിമൈൻഡറും കിട്ടും. അപ്പോൾ അതാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഡിവിഷൻ അൽഗോരിതത്തിൽ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്, വേറെ ഇത് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0, ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ജി ഓഫ് എക്സ് ഇല്ലേ? അത് ആർ ഓഫ് എക്സിൻ്റെ ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി ജി ഓഫ് എക്സിനേക്കാളും ചെറുതായിരിക്കും. നമ്മൾ പറഞ്ഞിട്ട് ഡിവിഷൻ അൽഗോരിതത്തിൽ പറയുന്നതാണ്. ദെൻ ആ ടേമിനെ നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് നമുക്ക് എഴുതാമല്ലോ അല്ലേ? അതായത് ആ ഇക്വാലിറ്റി, ഈ ഒരു ഇക്വേഷനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഫസ്റ്റത്തെ ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സിനെ കൊണ്ടുവരുവാണ്. ദെൻ വി ഹാവ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ. എഫ് ഓഫ് എക്സ് നമ്മൾ എന്നിനുള്ളിലുള്ള എലമെൻ്റ് ആണ്. ജി ഓഫ് എക്സും എന്നിനുള്ളിലുള്ള എലമെൻ്റ് ആണ്. അപ്പം എൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ഐഡിയലാണ്. ആ 2
എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എവിടെയാണ് കിടക്കുക? ഐഡിയനുള്ളിൽ തന്നെ, അതിൻ്റെ പ്രൊഡക്റ്റും ഐഡിയൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. ആൻഡ് ഓൾസോ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എവിടെയായിരിക്കും? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെയുള്ള എലമെൻ്റാണ്? ഐഡിയനുള്ളിലുള്ള എലമെൻ്റാണ്. ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടെയുള്ള എലമെൻ്റാണ്? റിമൈൻഡർ വരുന്നത് ചിലപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിലാവാം, അല്ലെങ്കിൽ ആ എൻ എന്ന് പറയുന്ന ഐഡിയനുള്ളിലാവാം. അപ്പം രണ്ടിനുള്ളിലാണെങ്കിലും, ഇപ്പം എഫ് ഓഫ് എക്സിലാണെങ്കിൽ ഇത് ഐഡിയൽ ആയതുകൊണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐഡിയലിനുള്ളിൽ എലമെൻ്റ് ആയതുകൊണ്ട് ഏത് എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും അത് ഐഡിയലിനുള്ളിൽ തന്നെയായിരിക്കും. സോ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് വിച്ച് ഡെഫിനറ്റ്ലി ബിലോങ്സ് ടു എൻ. അപ്പം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾറെഡി എന്നിനുള്ളിലുള്ള എലമെൻ്റാണ്. എഫ് ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ജി ഓഫ് എക്സ് അത് ആ രണ്ട് ടേമുകളും അത് രണ്ടും എന്നിലുള്ള എലമെൻ്റാണ്, അതായത് ഐഡിയലിനുള്ളിലുള്ളതാണ്. സോ എഫ് ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് വിൽ ഡെഫിനറ്റ്ലി ബിലോങ്സ് ടു എൻ. അപ്പം എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പം ആർ ഓഫ് എക്സ് എന്താണ്? എന്നിനുള്ളിലുള്ള എലമെൻ്റാണ്. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി ഒന്നുകിൽ 0യോ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിനേക്കാളും ചെറുതോ ആയിരിക്കാം എന്നാണ്. പക്ഷേ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്നിനുള്ളിലുള്ള എലമെൻ്റ് ആണെന്നാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ആർ ഓഫ് എക്സ് എന്നിനുള്ളിലുള്ളതായതുകൊണ്ട് എന്നിലെ ഏറ്റവും ലീസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ളതാണ് നമ്മൾ ജി ഓഫ് എക്സ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ചെറുതാവാം, ജി ഓഫ് എക്സിനേക്കാളും ചെറുതാകാമെന്നും പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അവിടെ പോസിബിൾ അല്ലല്ലോ, ബിക്കോസ് ജി ഓഫ് എക്സ് ആണ് ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ എന്താണ്? ആർ ഓഫ് എക്സ് എന്തായാലും 0 ആയേ പറ്റൂ. സോ ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, അതാണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എൻ ആർബിട്രറി, നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെൻറ്റ് എൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ആർബിട്രറി എലമെൻറ്റ് എടുത്തപ്പോൾ അതിനെ നമുക്ക് സം ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റി അല്ലേ? അതായത് ജി ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്ത ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു വേറെ ഏതോ ഒരു പോളിനോമിയൽ, അപ്പം അത് ആക്കി എഴുതാൻ പറ്റി. അതായത് അതിന് രണ്ടിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റി. ഏത് എലമെൻറ്റ് എടുത്താലും സം ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ എലമെൻറ്റ് ആ എന്നിലെ ആർബിട്രറി എലമെൻ്റ് ആയിട്ടാണ് എഫ് ഓഫ് എക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിലെ ഏത് എലമെൻറ്റ് എടുത്താലും, എല്ലാ എലമെൻറ്റ് എടുത്താലും അതിനെ നമുക്ക് സം ജി ഓഫ് എക്സ് ഇൻറ്റു സം ക്യൂ മാറിക്കൊണ്ടിരിക്കും, ക്യൂ ഐ ഓഫ് എക്സ് എന്നൊക്കെ പറയാം. അങ്ങനെ എഴുതാൻ പറ്റും, പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ എൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡെഫിനറ്റ്ലി ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. അതാണ് ഈ തിയറം. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു തിയറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക എക്സാംസിനും ചോദിക്കാറുള്ള തിയറവുമാണ്.